ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രേഡ് ഫോർ ലിവിങ്ങിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചില പ്രധാന ഫാക്റ്റുകളെക്കുറിച്ചാണ്. എന്തൊക്കെയാണ് ഫാക്റ്റുകൾ നോക്കാം. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഈ അടുത്തയിടെ അതായത് ഈ ക്രാഷ് നടക്കുന്ന സമയത്ത് 1-2 കമ്പനികളുടെ പ്രൊമോട്ടേഴ്സ് ഏറെക്കാലത്തിന് ശേഷം സ്റ്റോക്കുകൾ മാർക്കറ്റിൽ നിന്നും മേടിച്ചു. ഒരുപക്ഷെ ഞാൻ ചില കമ്പനികളുടെ പേര് പറയാം. ടാറ്റ സൺസിൻ്റെ ചന്ദ്രശേഖർ, അതുപോലെ തന്നെ SRFൻ്റെ പ്രൊമോട്ടേഴ്സ്, അങ്ങനെ പല കമ്പനികളും അവർ തീർച്ചയായിട്ടും അടുത്ത ഡിപ്പുകളിൽ മേടിക്കുവാൻ വേണ്ടി നോക്കി നിൽക്കുവാണ്, അല്ലെങ്കിൽ വാങ്ങുകയാണ് വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ എന്തുകൊണ്ട് അവരൊക്കെ തന്നെ അത്തരം ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ അത്തരം പ്രൊമോട്ടേഴ്സ് തന്നെ സ്റ്റോക്കുകൾ ഒരുപാട് ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ പോർട്ട്ഫോളിയോ മികച്ചതാക്കുന്നു? അതുതന്നെയാണ് എല്ലാ ഇൻവെസ്റ്റേഴ്സും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ പല വീഡിയോകളിൽ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ തന്നെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു വീഴ്ചയെ അവസരമാക്കിയെടുത്ത് മികച്ച പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ ഒരു ക്രാഷ് ഏതുവരെ പോകുമെന്ന് ആർക്കും അറിയില്ല. ഒരുപക്ഷെ ഉടൻ തന്നെ 1-2 മാസത്തിനകം, അല്ലെങ്കിൽ 2-3 മാസത്തിനകം മികച്ച വാക്സിനുകൾ കണ്ടുപിടിച്ചേക്കാം. അപ്പോൾ സംഭവിക്കാൻ പോകുന്നത്, ആ വാക്സിൻ കണ്ടുപിടിച്ചതിന് ശേഷം, അല്ലെങ്കിൽ അത് ടെസ്റ്റ് ചെയ്ത് അത് കൺഫേം ചെയ്തതിന് ശേഷം പല സ്റ്റോക്കുകളും യൂസ് ആയിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, മാർക്കറ്റ് 12,500 നിന്നും ഏകദേശം 7,000 എത്തി. അതിനുശേഷം വീണ്ടും ഒരു 8,500, 9,000 എത്തിയപ്പോൾ എന്താ സംഭവിച്ചത്? പല സ്റ്റോക്കുകളും യൂസ് അടിക്കുക, അഥവാ അപ്പർ സർക്യൂട്ട് അടിക്കുകയാണ് ചെയ്തത്. അതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. കുറച്ച് കഴിഞ്ഞ് ഒരു മെഡിസിൻ കണ്ടുപിടിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വാക്സിൻ കണ്ടുപിടിക്കുമ്പോൾ, അല്ലെങ്കിൽ മാർക്കറ്റ് തിരിച്ച് ഒരു പുൾ ബാക്ക് ചെയ്യുമ്പോൾ പല സ്റ്റോക്കുകളും യൂസ് ചെയ്യാകും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്കറിയാം, പല സ്റ്റോക്കുകൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ചില സെക്ടറുകളും സ്റ്റോക്കുകളും. എഗെയിൻ ഞാൻ പറയുവാണ്, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അഡ്വൈസർ അല്ല. നമ്മുടെ അനുഭവത്തിൽ നിന്നും, അല്ലെങ്കിൽ കഴിഞ്ഞ ചില വർഷങ്ങളിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ ചില സ്റ്റോക്ക് മാർക്കറ്റ് ഇൻസിഡൻറ്റുകളിലൂടെ എനിക്ക് കിട്ടിയ അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല സ്റ്റോക്കുകൾ 30, 40, 50% ഡിസ്കൗണ്ട് അടിച്ച് നിൽക്കുന്ന പല സ്റ്റോക്കുകളുടെ പേര് ഇപ്പോൾ പറയുന്നില്ല. നിങ്ങൾക്ക് കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും. ഡെപ്റ്റ് കുറഞ്ഞതും EPS കൂടിയതും, അതുപോലെ തന്നെ ബിസിനസ്സിൽ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള നല്ല മികച്ച സ്റ്റോക്കുകൾ വെച്ചിട്ടൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക. ഓരോ പോർട്ട്ഫോളിയോയും അപ്പോൾ ഓട്ടോമോട്ടീവ് അല്ലെങ്കിൽ ആട്ടോ സെക്ടറിൽ നിന്ന് 1-2 ഷെയർ, അതുപോലെ തന്നെ ബാങ്കിങ് ഫിനാൻസ് സെക്ടറിൽ നിന്ന് ഒരു 1-2 സ്റ്റോക്കുകൾ, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഏരിയയിൽ നിന്നും 1-2 സ്റ്റോക്കുകൾ, അങ്ങനെ പല കോൾ അല്ലെങ്കിൽ ഓയിൽ ആ ഒരു സെക്ടറിൽ നിന്നും 1-2 സ്റ്റോക്കുകൾ, അങ്ങനെ മികച്ചൊരു പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അടുത്ത 2-3 വർഷത്തേക്ക് വേണ്ടിയാണ്. നമ്മൾ പ്രധാനമായിട്ടൊരു കാര്യം ആലോചിക്കേണ്ടത്, നമ്മളൊക്കെ ട്രേഡ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നമ്മളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് വെച്ചാൽ, 2008 ഞാൻ പറഞ്ഞു, 2009 ആ ടൈമിലാണ് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് വരുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് സ്റ്റോക്കുകൾ മേടിച്ചു. അതൊരു 10-15% പ്രോഫിറ്റ് കിട്ടിയപ്പോൾ ഞാൻ വിറ്റൊഴിഞ്ഞു. പക്ഷേ അതേ സ്റ്റോക്കുകൾ ഏകദേശം 100% അധികം റിട്ടേൺ തന്നു ആഫ്റ്റർ 2 or 3 years. അപ്പോൾ അതുപോലെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇപ്പോൾ ഈ ഫീൽഡിലോട്ട് കടന്നു വന്നിരിക്കുന്ന എൻ്റെ കുഞ്ഞനുജന്മാരോടും അല്ലെങ്കിൽ അനുജത്തിമാരോടും പറയാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളത് വിറ്റൊഴിയരുത്. ഈ ഒരു അടുത്ത 1 വർഷക്കാലം തീർച്ചയായിട്ടും കീപ്പ് ഓൺ ഇൻവെസ്റ്റിംഗ്. അപ്പോൾ എല്ലാം ഒരുമിച്ച് കൊണ്ടിടണം എന്നല്ല പറയുന്നത്. ഒരുപക്ഷെ നമുക്ക് ആർക്കും ഒരുപാട് ലംസം ഒരുമിച്ചിടാൻ കഴിയത്തില്ല. അപ്പോൾ നമ്മളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ സാലറിയിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ മറ്റു സോഴ്സുകളിൽ നിന്നായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് കുറേശ്ശെ ഇൻവെസ്റ്റ് ചെയ്യുക, നല്ലൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയെടുക്കുക, മികച്ചൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയെടുക്കുക. ഈ പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ, ഡിവിഡൻഡ് കിട്ടുന്ന സ്റ്റോക്കുകൾ, അതായത് നമ്മുടെ പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൽ നിന്നും ഒരു വരുമാനം കിട്ടുന്ന രീതിയിൽ മികച്ച ഡിവിഡൻഡ് തരുന്ന സ്റ്റോക്കുകൾ കൂടി ഇൻവെസ്റ്റ് ചെയ്യുക. പല സ്റ്റോക്കുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ വേദാന്ത, അതുപോലെ തന്നെ കോൾ ഇന്ത്യ, ITC, മദേഴ്സ് സുമി, അങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അനലൈസ് ചെയ്യുക. അതിന് മദേഴ്സിനൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, സെയിൽസ് കുറവാണ്, അല്ലെങ്കിൽ കോൾ ഇന്ത്യക്ക് അതിൻ്റേതായ കൺസേൺസ് ഉണ്ട്. നിങ്ങൾ സ്വയം ഒരു അനലൈസ് ചെയ്യുക. ഞാനൊരു എക്സാമ്പിൾ പറയുവാണ്, ഇത്തരം ഡിവിഡൻഡ് നൽകുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ട്. അങ്ങനെയുള്ള നല്ല കമ്പനികളെ സെലക്ട് ചെയ്യുക. അതിൽ ഈ കമ്പനി എങ്ങനെ സെലക്ട് ചെയ്യാമെന്നുള്ളതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്ക്രീനർ, അല്ലെങ്കിൽ മോണജൈസ്, അല്ലെങ്കിൽ മണി കൺട്രോൾ, അതുപോലെ തന്നെ മാർക്കറ്റ്സ് മോജോ, മോർണിംഗ് സ്റ്റാർ, അങ്ങനെ ഒരുപാട് സൈറ്റുകളുണ്ട്. ഒരുപാട് സ്ക്രീനേഴ്സും ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് നല്ല സ്റ്റോക്കുകൾ കണ്ടുപിടിക്കുക. അത്തരം നല്ല സ്റ്റോക്കുകൾ മാത്രം എത്രത്തോളം ഡിസ്കൗണ്ട് വന്നിട്ടുണ്ടെന്ന് നോക്കുക. അതുപോലെ അതിൻ്റെ ഒരു ഡിമാൻഡ് സോൺ നോക്കുക, അതിൻ്റെ ഡെപ്റ്റ് നോക്കുക, EPS നോക്കുക, അതിൻ്റെ സെയിൽസ് ഗ്രോത്ത് നോക്കുക, അതിൻ്റെ ROE നോക്കുക. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതെല്ലാം നോക്കിയിട്ട് വേണം നമുക്ക് വേണമെങ്കിൽ മറ്റൊരു എപ്പിസോഡിൽ അതിനെക്കുറിച്ചൊക്കെ പറയാം, എന്തൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ സ്റ്റോക്ക് നമുക്ക് പിക്ക് ചെയ്യാം. പക്ഷേ മറ്റു വീഡിയോകളിൽ ഞാൻ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്.
നമ്മൾ അതിലോട്ട് പോകുന്നില്ല ഇപ്പോൾ. അത്ര നല്ല സ്റ്റോക്കുകൾ കണ്ടുപിടിക്കും. അപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോ ഡെവലപ്പ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ഡിവിഡൻഡ് കിട്ടുന്ന നല്ല നല്ല സ്റ്റോക്കുകൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. കാരണം അടുത്ത 1-2 വർഷം അതൊരു ഡെഡ് മണിയായിട്ട് അവിടെ കിടന്നാൽ പോലും നമുക്ക് ഡിവിഡൻഡ് കിട്ടിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ബാങ്കിലിടുന്നതിനേക്കാൾ പൈസ ആ ഡിവിഡൻഡിലൂടെ നമുക്ക് കിട്ടും എന്നൊരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ക്രമീകരിക്കുക. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് ഉണ്ട് എങ്കിൽ അതിൽ കൂടുതലായിട്ട് ക്യാഷ് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഇപ്പോൾ നമുക്ക് മാസം 5000-ഓ 1000-ഓ 2000-ഓ ഒക്കെ നമ്മുടെ മ്യൂച്വൽ ഫണ്ടിലോട്ട് പേ ചെയ്യുന്നുണ്ട് അല്ലേ. എന്താ പറയുക, ECS ആയിട്ട് പോകാറുണ്ട്, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് പേയ്മെൻറ്റ് നടത്താറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ കൂടുതലായിട്ട് ആഡ് ചെയ്യുക. അതായത് ഓരോ ഡിപ്പിലും കുറച്ച് യൂണിറ്റുകൾ അധികമായിട്ട് മേടിക്കുക. ഇനി മ്യൂച്വൽ ഫണ്ട് ഇല്ലാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകൾ തുടങ്ങുക. ഒരു ഫണ്ടിൽ 3000-ഓ 4000 ഇടുന്നതിന് പകരം 4 ഫണ്ട് എടുക്കുക. ഒരുപാട് നല്ല ഫണ്ടുകളുണ്ട്. എഗെയിൻ, ഞാൻ ഒരു അഡ്വൈസറല്ല, അല്ലെങ്കിൽ ഒരു സെബി സർട്ടിഫൈഡ് അഡ്വൈസറല്ല, അല്ലെങ്കിൽ ഒരു ഓക്കെ. അപ്പോൾ ആക്സിസ് ലോങ് ടേം ഇക്വിറ്റി, അല്ലെങ്കിൽ ടാറ്റ മ്യൂച്വൽ ഫണ്ടുണ്ട്, SBI ബ്ലൂ ചിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ SBI സ്മാൾ ക്യാപ്പ് ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. അതുപോലെ കൊടക്കിൻ്റെ മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. അപ്പോൾ ഒരുപാട് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. ഇതിൽ നിന്ന് നല്ലത് നോക്കി സെലക്ട് ചെയ്യുക, നല്ല ഗ്രോത്ത് ഉള്ളതും. എനിക്ക് തോന്നുന്നു മോർണിംഗ് സ്റ്റാർ പോലെയുള്ള വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും മികച്ച ഗ്രോത്തുള്ള മ്യൂച്വൽ ഫണ്ടുകൾ ഏതാണ് എന്ന്. അതൊന്ന് കമ്പയർ ചെയ്യുക. 2-3 വെബ്സൈറ്റൊക്കെ പോയിട്ടൊന്ന് കമ്പയർ ചെയ്യുക. അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഹോൾഡ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുക, അവരെടുത്തിരിക്കുന്ന ഏറ്റവും മികച്ച മ്യൂച്വൽ ഫണ്ടുകൾ ഏതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിക്കുകയായിരുന്നു, അവൻ ഹോൾഡ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകൾ ഏതാണെന്ന്. പുള്ളി കുറച്ച് അനലൈസ് ചെയ്തൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു അത് ഏകദേശം 32-40% ഇപ്പം ഇടിഞ്ഞ് കിടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അതുപോലുള്ള സ്റ്റോക്കുകൾ നിങ്ങൾ കണ്ടുപിടിക്കുക. ഒരുപക്ഷെ നിങ്ങൾക്ക് സ്വയം അനലൈസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഹോൾഡ് ചെയ്യുന്ന മികച്ച ഫണ്ടുകൾ അതൊരു 30-40% ഡിസ്കൗണ്ടഡ് ആണ് എങ്കിൽ, കറക്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, തീർച്ചയായിട്ടും നമുക്കും അത്തരം മ്യൂച്വൽ ഫണ്ടിലെ ഇൻവെസ്റ്റ്മെൻറ്റ് തീർച്ചയായും 2-3 മ്യൂച്വൽ ഫണ്ടുകളെങ്കിലും നിങ്ങൾ മിനിമം സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഒന്നിൽ തന്നെ മൊത്തം എമൗണ്ടും ഇടാതെ ഓരോന്നിലും ഇപ്പോൾ നിങ്ങൾ 3000 ആണ് ഉള്ളതെങ്കിൽ 3 മ്യൂച്വൽ ഫണ്ട് എടുക്കുക. ഈ 3 മ്യൂച്വൽ ഫണ്ട് എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 3ഉം ഒരുമിച്ച് അടയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം മാർക്കറ്റിൽ വോളറ്റാലിറ്റി ഉണ്ടാവും. അതായത് ഞാനിപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഞാനിപ്പോൾ ഒരു ടാറ്റയുടെ മ്യൂച്വൽ ഫണ്ട് എടുക്കുകയാണ്. എല്ലാ മാസവും 5-ാം തീയതി എൻ്റെ കയ്യിൽ നിന്നും 1000 രൂപ പോകും. അപ്പോൾ 5-ാം തീയതി പോകുന്നതിന് പകരം അതിനെ ഞാൻ 3ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് അല്ലെങ്കിൽ 4ആയിട്ട് ഡിവൈഡ് ചെയ്യും. നമുക്കറിയാം ഒരു മാസത്തിൽ 4 ആഴ്ചയുണ്ട്. അപ്പം എൻ്റെ കയ്യിലുള്ളത് 1200 രൂപയാണെങ്കിൽ അതിനെ ഞാൻ 4 × 300, അതായത് ഒരാഴ്ചയിൽ 300 രൂപ പോകും, അടുത്ത ആഴ്ച 300 പോകും, അങ്ങനെ 4 ആഴ്ച കൊണ്ട് 300 രൂപ പോകും. അങ്ങനെ 4 × 3 12,200 രൂപയാകും. അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ മാർക്കറ്റിൽ വോളറ്റാലിറ്റി, അല്ലെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് വീക്കിൽ ഭയങ്കരമായിട്ട് മേളിൽ നിൽക്കും, അല്ലെങ്കിൽ 4th വീക്കിൽ ഭയങ്കരമായിട്ട് ഉള്ളതായിരിക്കും. അപ്പോൾ നമ്മൾ വാങ്ങുന്നത് ഫസ്റ്റ് വീക്കായിരിക്കും. ഓക്കെ, ഇത് തിരിച്ചും വരാം. 4ാമത്തെ ആഴ്ച മാർക്കറ്റ് പീക്കിൽ നിൽക്കുമായിരിക്കും, അല്ലെങ്കിൽ ഫസ്റ്റ് വീക്കിൽ മാർക്കറ്റ് ഇടിഞ്ഞ് നിൽക്കുമായിരിക്കും. അപ്പോൾ നമുക്കൊരു ഇതിൽ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു എന്താ പറയുക, ബാലൻസ്ഡ് മോഡിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെ വീണ്ടും നമ്മൾ ബാലൻസ്ഡ് ആക്കുകയാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെ സ്പ്ലിറ്റ് ചെയ്ത്, ഒരുപാട് എക്സ്പേർട്സ് പറയുന്നുണ്ട് അടുത്ത ഒരു വർഷക്കാലം ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള സമയമാണ്. അതായത് മാർക്കറ്റ് അത്ര പെട്ടെന്നൊന്നും തിരിച്ച് കയറാൻ സാധ്യത പഴയ പ്രതാപത്തിലോട്ട് ഒരു 14,000-ലോ അല്ലെങ്കിൽ നമ്മുടെ 12,500 കഴിഞ്ഞു പോകാൻ ഒരുപക്ഷെ ഒരു വർഷമെങ്കിലും എടുക്കുമായിരിക്കും. അതുകൊണ്ട് ആ സമയം വരെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള സമയമാണ്. അപ്പോൾ അതുവരെയും നമ്മൾ മ്യൂച്വൽ ഫണ്ട് അടച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. ഇനി മാർക്കറ്റ് ഇടിയുന്നത് നോക്കിയിരിക്കുന്നതിന് പകരം ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം നിങ്ങൾ 6 സെക്ടറിൽ അല്ലെങ്കിൽ 10 സെക്ടറിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ 10 സെക്ടറിലെ ഓരോ കമ്പനികൾ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഈ 10 സെക്ടറിലെ 4-5 കമ്പനികൾ സെലക്ട് ചെയ്തിട്ട് അതിനെ വീണ്ടും ട്യൂൺ ചെയ്ത് ഡിവിഡൻഡ് ഉള്ളതും അതുപോലെ മികച്ച പെർഫോമൻസ് ഉള്ളതും മികച്ച വാല്യൂ ബൈ ആയിട്ടുള്ളതുമായ സ്റ്റോക്കുകൾ വെച്ചിട്ട് ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുക. അതുപോലെ തന്നെ ഈ പാരലായിട്ട് ഈ മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യുക. മ്യൂച്വൽ ഫണ്ടിൽ ഇൻ കേസ് അടുത്ത 2-3 മാസത്തിന് ശേഷം അല്ലെങ്കിൽ അടുത്ത 1 മാസത്തിന് ശേഷം മാർക്കറ്റ് കയറുകയാണെന്ന് വയ്ക്കുക. അപ്പോൾ നമ്മൾ അടയ്ക്കുന്ന എമൗണ്ട് തന്നെ അടച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം വീണ്ടും 1 വർഷത്തിന് ശേഷം എന്തെങ്കിലും കറക്ഷൻ നടക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത SIP, ഞാൻ പറഞ്ഞത് SIP ആണ്. ഈ മ്യൂച്വൽ ഫണ്ടിനെ നമ്മൾ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് മോഡലാണ്, അല്ലെങ്കിൽ ആ പ്ലാനിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാൻ കഴിയും. അതായത് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ
SBI സ്മോൾ ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുണ്ട്. ഞാൻ SIP മോഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓരോ മാസവും ഇൻവെസ്റ്റ് ചെയ്യുന്ന 1000 രൂപയാണെന്ന് വെച്ചോളൂ. അതും ഓരോ ആഴ്ചയായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ലംസമായിട്ട് ഇപ്പോൾ 1000 കൂടി എക്സ്ട്രാ ആഡ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ 2000 രൂപ കൂടി എക്സ്ട്രാ ആഡ് ചെയ്യാൻ കഴിയും. എൻ്റെ കയ്യിൽ ക്യാഷ് വരുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ആഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ ആ ഒരു തന്ത്രം, ആ ഒരു വിദ്യ മനസ്സിൽ വച്ചേക്കുക. മാർക്കറ്റ് ഇനിയും ക്രാഷ് ആകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ യൂണിറ്റുകൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഒരുപാട് കമ്പനികൾ ഇപ്പോൾ വാങ്ങി തുടങ്ങി. ഒരുപക്ഷെ അവരും ഘട്ടം ഘട്ടമായിട്ടായിരിക്കും വാങ്ങുന്നത്. കാരണം അമേരിക്കയുടെ അവസ്ഥയൊക്കെ വളരെ പരിതാപകരമാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ എന്താ പറയുക, സമൂഹ വ്യാപനം നടക്കില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇൻ കേസ് അത് നടന്നാൽ നമ്മുടെ കാര്യം വീണ്ടും വഷളാകും. സോ ഒന്നും പറയാൻ സാധിക്കില്ല. പക്ഷേ മാർക്കറ്റ് തിരിച്ചു വരിക തന്നെ ചെയ്യും. ഇതെല്ലാം ഒരു എന്താ പറയുക, സംഭവിക്കുന്നതെല്ലാം നല്ലതിന്, അല്ലെങ്കിൽ സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതിന്, സംഭവിക്കാൻ പോകുന്നത് നല്ലതിന്. അങ്ങനെ വെച്ച് മുന്നേറിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. സോ പ്രകൃതി നിശ്ചയിച്ചതുപോലെ ആയിരിക്കാം കാര്യങ്ങൾ നടക്കുന്നത്, നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. പക്ഷേ ഒരു ഇൻവെസ്റ്റർ എന്ന രീതിയിൽ ഇത്തരം അവസരങ്ങളെ ഉപയോഗിക്കുക. അതുപോലെ തന്നെ പല കമ്പനികളും വാല്യുവേഷനും അല്ലെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് സോണിൽ നിൽക്കുവാണ്. അപ്പോൾ ആദ്യം അതാണ് ഒരു കാര്യം, ഒരു കമ്പനി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഡിമാൻഡ് സോൺ, ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഡിമാൻഡ് സോൺ കണക്കാക്കുന്നതെന്ന്. ഈ കാണുന്ന പിക്ചറിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു വലിയൊരു ഫോൾ വന്നിട്ട് തൊട്ടടുത്ത ക്യാൻഡിൽ അതിൻ്റെ നെക്സ്റ്റ് മൂവ്മെൻറ്റിനെ കാണിക്കുന്നു. അപ്പോൾ അവിടെയാണ് നമ്മൾ ഡിമാൻഡ് സോൺ വരയ്ക്കുന്നത്. വീണ്ടും ഒരു ക്രാഷ് വരുമ്പോൾ തീർച്ചയായിട്ടും ആ ലെവലിലാണ് സ്റ്റോക്ക് എത്തുന്നത്. ഈ ഒരു പിക്ചറിൽ നിന്ന് നിങ്ങൾക്കത് മനസ്സിലാവും എങ്ങനെയാണ് ഡിമാൻഡ് സോൺ എന്ന്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫോമാണ്. അതുപോലെ തന്നെ ഇതുപോലെ പല സ്റ്റോക്കുകളുടെയും ഡിമാൻഡ് സോൺ കാണുക. അത് തീർച്ചയായിട്ടും 2-3 വർഷം അല്ലെങ്കിൽ 4-5 വർഷം വെച്ച് നോക്കുമ്പോൾ, അതിൻ്റെ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും എങ്ങനെയാണ് അതിൻ്റെ ഡിമാൻഡ് സോൺ വരയ്ക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് ഡിമാൻഡ് കൂടുന്നത് എന്ന്. മറ്റൊരു കാര്യം, ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, നമ്മളൊരു സ്റ്റോക്ക് ഒരു അനാലിസിസും ഇല്ലാതെ ഒരു സ്റ്റോക്ക് എങ്ങനെ നമ്മൾ അതിൻ്റെ വാല്യുവേഷൻ കണ്ടുപിടിക്കുമെന്നതിനൊരു എളുപ്പ വഴി എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. അതായത് കഴിഞ്ഞ കുറേ തകർച്ചകൾ എടുക്കുക. അതായത് 2008 അല്ലെങ്കിൽ സർജിക്കൽ സ്ട്രൈക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കുക. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു ഇലക്ഷനിലുണ്ടാകുന്ന ഒരു ക്രാഷ്, ആ സമയത്തൊക്കെ പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ എവിടെയാണോ താഴെ വന്നത് അവിടെ നിന്ന് പുള്ളി ഇത് മേളിലോട്ട് പോകും. ആ ഒരു റേഞ്ച് നോക്കുക. എന്നാലും ഇപ്പോൾ അതിനേക്കാളുമൊക്കെ താഴെ വന്ന് നിൽക്കുവാണ്. അതുകൊണ്ട് 2-3 വർഷത്തെ കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും ആ ഒരു മൾട്ടിപ്പിൾ സപ്പോർട്ട് ലെവൽ കാണും. അത് അവിടെ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങി തുടങ്ങുക. അവിടെ എത്തിയിട്ടില്ല എങ്കിൽ പോലും മികച്ചൊരു ബൈ ആണ്. ഫോർ എക്സാമ്പിൾ SBI എന്ന് പറയുന്നത് 300 ഏകദേശം നമ്മൾ 500 പ്രതീക്ഷിക്കുന്നൊരു സ്റ്റോക്കാണ്. പക്ഷേ അത് 185 പോയി. തീർച്ചയായും ഒരു 150 അല്ലെങ്കിൽ 170 ഒക്കെ വന്നാൽ തീർച്ചയായിട്ടും നമുക്കത് വാങ്ങാം. കാരണം മാർക്കറ്റ് അപ്പാകുമ്പോൾ തീർച്ചയായിട്ടും അത് 200 എത്തും അല്ലേ. നിങ്ങൾക്കറിയാമായിരിക്കും മാർക്കറ്റ് 180 വരെ പോയി, അല്ലെങ്കിൽ 175 വരെ പോയി. അതിനുശേഷം ഒരു 500 പോയിൻറ്റ് കയറി ഇപ്പോൾ നേരെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 210 വരെ പോയി. അപ്പോൾ അത്രയും പെട്ടെന്ന് അത്രയും ഒരു മൂവ്മെൻറ്റ് തോന്നും. അത് ഇതുപോലൊരു മൂവ്മെൻറ്റ് നമുക്ക് മറ്റൊരു മേഖലയിലും പ്രതീക്ഷിക്കാൻ കഴിയില്ല. പിന്നെ ആ സ്റ്റോക്ക് സെലക്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതുപോലെ സ്റ്റോക്കിൻ്റെ വേറെ കാര്യം, ടിപ്പ് പ്രൊവൈഡേഴ്സിൻ്റെ അടുത്ത് പോകരുത്. ഞാൻ ഈ പറയുന്നത് പോലും എക്സാമ്പിൾസാണ്. ഒരിക്കലും ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യരുത്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ സ്വയം അനാലിസിസ് നടത്തുക. ഇപ്പോൾ എന്തായാലും എല്ലാവരും ക്വാറൻറ്റൈനായിട്ട് ഇരിക്കുവാണ്, അല്ലെങ്കിൽ എല്ലാവരും വീട്ടിൽ തന്നെയാണ്. പുസ്തകങ്ങൾ വായിക്കുക. അങ്ങനെ അതിന് ചില സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു, ഈ 2 പുസ്തകങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഏതാണ് ആ പുസ്തകങ്ങളെന്ന് ഞാൻ എടുത്തു തരാം. ആ 2 പുസ്തകങ്ങളെന്ന് പറയുന്നത്, ഞാനൊരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു 2 പുസ്തകങ്ങൾ, പക്ഷേ ആർക്കും കാണാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു. അത് ആമസോണിൽ അവൈലബിൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാതൃഭൂമിയുടെയും DC ബുക്സിൻ്റെയൊക്കെ ഷോറൂമിൽ കിട്ടും. ഇതാണ് പുസ്തകം, വായിച്ചോളൂ. ഓഹരി നിക്ഷേപം അറിയേണ്ടതെല്ലാം. ഇത് ഞാൻ മേടിച്ചതാണ്, ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. മറ്റൊരു ബുക്കെന്ന് പറയുന്നത് കോടീശ്വരനാകാൻ ഓഹരി നിക്ഷേപം. ഇതാണ് അലക്സ് കെ മാത്യൂസ്, ഡോക്ടർ കെ ശശിധരൻ. അവരൊക്കെ TV പ്രോഗ്രാംസൊക്കെ ചെയ്യുന്ന ആൾക്കാരും മിടുക്കന്മാരാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് മറ്റൊരു പുസ്തകമാണ്. ഇത് എഴുതിയിട്ടുള്ളത് R. റോഷൻ. നല്ല ബുക്ക്. അത്യാവശ്യം ഫണ്ടമെൻ്റലി എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഒരു ബെയർ മാർക്കറ്റിൽ നമ്മൾ എന്ത് അറ്റിറ്റ്യൂഡാണ് സ്വീകരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു ബുൾ മാർക്കറ്റിൽ നമ്മൾ എന്തൊക്കെ സ്ട്രാറ്റജി എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് ഉപയോഗപ്രദമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതനുസരിച്ച് നല്ലൊരു പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്ത് തുടങ്ങുക. ഫുള്ളാക്കരുത്. കാരണം അടുത്ത ഒരു വർഷത്തേക്ക് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞ ട്രേഡേഴ്സ്, പ്ലീസ് എക്സ്ക്യൂസ്, ദിസ് ഈസ് മെയിൻലി ഫോർ ഇൻവെസ്റ്റേഴ്സ്. സോ
നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു പക്ഷേ ഷെയർ മാർക്കറ്റിൽ ഒരു 10,000 രൂപ കിട്ടുന്നതിനേക്കാൾ ഒരു ഡബിൾ ലോസ് ആകുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ. പക്ഷേ ഇങ്ങനെയുള്ള അവസരങ്ങൾ യൂസ് ചെയ്യുക, നല്ല പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്യുക, നല്ല മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.